ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസ്കുമെലൺ മാംഗോ ഷേക്കാണ്. അതിന് വേണ്ടിയിട്ടൊരു പകുതി മസ്കുമെലനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് ഞാൻ. എല്ലാം ചിരണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. വേറെ ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ തൊലി ഞാനൊന്ന് ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചെത്തുന്നതിലും എനിക്ക് എളുപ്പമായിട്ട് അതാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ഫ്ലഷ് എല്ലാം എടുക്കണം. 3 മാങ്ങയുടെയും ഫ്ലഷ് എടുക്കുന്നു. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിന് വെള്ളം ഞാൻ ചേർക്കുന്നില്ല. അതിന് പകരം പാല് ഐസ് ട്രേയിൽ വെച്ച് ക്യൂബ്സാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 കപ്പോളം പാലാണ് ഐസ് ട്രേയിൽ വെച്ച് ഞാൻ ക്യൂബ്സാക്കി എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ടാണ് അടിക്കുന്നത്. ഇനി പഞ്ചസാര വേണം എന്നുള്ളവർക്ക് 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇവിടെ മധുരം ആർക്കും വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ഇല്ലാതെയാണ് അടിക്കുന്നത്. പാല് ഐസ് ക്യൂബ്സ് ആക്കിയത് ഞാൻ അതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജ്യൂസ്. ഇനി കൂടുതൽ തണുപ്പ് വേണം എന്നുള്ളവർക്ക് വേണേൽ ഐസ് ക്യൂബ്സ് കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയായാൽ നല്ല തണുപ്പുണ്ടാവും. ഇവിടെ തണുപ്പ് അധികം വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അതിന് മുകളിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ. അതൊന്ന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അതുകൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. ഇനി തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ടാൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.